ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കിച്ചൺ സിറ്റി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൈഡ് ഫിഷ് ഫില്ലറ്റാണ്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ടും നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടറായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇത് കഴിക്കുമ്പോൾ നമുക്ക് ഏകദേശം ഗ്രിൽഡ് ഫിഷ് ഫില്ലറ്റില്ലേ, അത് കഴിക്കുന്ന ആ ഒരു സെയിം ഫീലിംഗ് ആണ് കേട്ടോ. ആ ഒരു ജ്യൂസി ടെക്സ്ചറൊക്കെ നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഫിഷിൻ്റെ ഹാഫ് ഫില്ലറ്റാണ് എടുത്തിട്ടുള്ളത്. നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഹാഫ് ലെമൺ ജ്യൂസും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ വിനീഗറും 1 ടീസ്പൂൺ ചില്ലി സോസും 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്നായി നല്ലോണം മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഒരു 3 ടേബിൾ സ്പൂണ് മൈദയും 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഹാഫ് ടീസ്പൂൺ ഉപ്പും 1.5 ടീസ്പൂൺ ഡ്രൈ പാർസ്ലി ലീവ്സും 1.5 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ കൂട്ടിയിട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം, നോർമൽ വാട്ടറാണ്, അതും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉഴുന്ന് ദോശയില്ലേ, അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ മതി കേട്ടോ. ഇപ്പോൾ ഇത് 10 മിനിറ്റിന് ശേഷം ഈ ഫിഷ് എടുത്ത് നോക്കിയപ്പോൾ മസാലകളൊക്കെ ഈ ഫിഷിലോട്ട് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഈ ബാറ്ററിലോട്ട്, നമ്മൾ നേരെ തയ്യാറാക്കിയിട്ടുള്ള ബാറ്ററിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് ഈ ഫ്രൈ പാനിലോട്ട്, ചൂടായിട്ടുള്ള ഫ്രൈ പാനിലോട്ട് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഓരോ ഫിഷും നമുക്ക് ഇട്ട് കൊടുക്കുക. അത് പരസ്പരം ഒട്ടിപ്പോകരുത്. എന്നിട്ട് ഒരു സൈഡ് ഗോൾഡൻ കളറാകുമ്പോൾ ഇത് നമുക്ക് തിരിച്ചിട്ടിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വേണം ഇതൊക്കെ ചെയ്യാൻ. പിന്നെ ഇതിനധികം വേവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ 2 സൈഡും ഒരു ഗോൾഡൻ കളർ വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് ഫിഷ് ഫില്ലറ്റ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള ടെക്സ്ചറുമാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്കിത് ഒരുപാട് റെസിപ്പീസിൻ്റെ കൂടെ ഇത് കോമ്പിനേഷനാണ്. ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ ആയിട്ടോ തനിച്ച് കഴിക്കാനാണെങ്കിൽ അതും. ഇത് നമുക്ക് സലാഡിൻ്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. സലാഡിൽ ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇത് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാം. വെജിറ്റബിൾ സലാഡാണെങ്കിലും അല്ലാത്ത സലാഡ്, ധാന്യങ്ങളുടെ സലാഡാണെങ്കിലും ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാം. നമുക്കിത് കുറേ റെസിപ്പീസിൻ്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കും എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. അപ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. അതിൻ്റെ കൂടെ ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ഡിയേഴ്സ്. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.